സാന്തനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അനുജനെയും അതുപോലെ തന്നെ ഗോമതിനെയും കുറി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. ഈശ്വര എന്ത് ചെയ്യും, ഞാനത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോമതി വിഷമിക്കുമ്പോൾ അമ്മക്ക് പൈസ അല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുജ ബാഗിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാണ്ടായി, അത്രയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ അത്രയ്ക്ക് അത്യാവശ്യം, എന്നോടും കൂടെ പറ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെ ഇത് ഇളയ മോളുടെ ഒരു സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാണല്ലോ, എന്താ ഇപ്പൊ ഇളയ മോളുടെ ആവശ്യം വന്നോ ഇത്ര പെട്ടെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അത് അവൾക്ക് തന്നെ വേണ്ടിയിട്ടാണ്, അവൾക്കൊരു വള മേടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർണത്തിന് ഇപ്പൊ വില കുറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ അനുജ പറയുന്നുണ്ട് അത് ശരിയാണ്, സ്വർണത്തിന് വില കുറഞ്ഞ് 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1000 രൂപ കുറഞ്ഞത് വെച്ച് കഴിഞ്ഞിട്ട് 12,000 രൂപ നഷ്ടത്തിന് കുറി വിളിക്കേണ്ട കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും നീ അന്വേഷിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗോമതി ആ പൈസ മേടിച്ച് എണ്ണിട്ട് തിരിഞ്ഞ് എണ്ണുന്നുണ്ട്. അത് ശരി, എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പൈസ അമ്മ എണ്ണണല്ലേ, അപ്പൊ അമ്മയ്ക്ക് എന്നെ അത്രയും വിശ്വാസമുള്ളല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, പൈസ ആര് തന്നാലും എണ്ണണം എന്നാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എണ്ണിയപ്പോൾ എൻ്റെ അതിൽ 8,000 രൂപ കുറവ്. ഇതിലൊരു 8,000 രൂപ കുറവുണ്ടല്ലോ, അതെ അത് ഞാൻ അങ്ങോട്ട് എടുത്ത്. ഇളയ മോൾക്ക് വള മേടിക്കുമ്പോൾ മൂത്ത മോൾക്ക് 2 സാരിയെങ്കിലും മേടിക്കണ്ടേ. മൂത്ത മോൾക്ക് 2 സാരിയും പിന്നെ ഭർത്താവിന് ഒരു ഷർട്ടും മോൾക്ക് 2 ഉടുപ്പൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി ഒന്നും മിണ്ടൂല. ഗോമതിക്ക് അറിയാം അനുജര സ്വഭാവം. അതിനുശേഷം പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് മരുമോൾ എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. ഗോമതി സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് അതെ അവൾ നല്ല മിടുക്കിന്ന് പറഞ്ഞു. ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണമെങ്കിലും പറയും, എന്തും ചോദിക്കും. അപ്പൊ അമ്മയ്ക്ക് ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നില്ല, അത് കാര്യങ്ങളൊക്കെ അറിയാണ്ടാണ്. ഇപ്പൊ ശരിക്കും എനിക്ക് അവളെ ഇഷ്ടമാണ്, അവളുടെ രീതികളും എനിക്ക് ഇഷ്ടമാണ്. അവള് നല്ല തൻ്റെ ഉള്ള പെൺകുട്ടീനെ, അവളെ കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ വാചാലയാവുന്നുണ്ട്. അത് ശരി, എന്നാ പിന്നെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവളുടെ ധൈര്യം എനിക്ക് കിട്ടണ്ടേ എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നത് എന്നാ പിന്നെ ഞാനും ഇനി വെട്ടി തുറന്നൊക്കെ അവരെ കാര്യങ്ങൾ ചോദിക്കാൻ പോകണം. മീൻകറി ഇരിപ്പുണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗോമതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് കഴിക്കാനെന്ന് പറഞ്ഞു. ഊണ് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഊണ് കഴിച്ചിട്ട് എന്നെ വിടുന്നുള്ളൂ എന്നും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ കിച്ചണിലേക്ക് പോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന കൃഷ്ണമംഗലത്ത് അലോകൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് മാറ്റ കല്യാണമാണ് ഇഷ്ടം. അലോകിന് അവരുടെ മോളെയും കൊണ്ടുവരാൻ രണ്ടുപേരും കൂടി അമേരിക്കയിൽ പോകാം. അപ്പൊ അമേരിക്ക എന്ന് കേട്ടോടുകൂടി അലോക് ആകെ വീണു. എങ്ങനെയെങ്കിലും ഇത്രയും സമ്മതിപ്പിച്ച് കല്യാണം നടത്തണമെന്ന് അലോക് പറയണേ. അങ്ങനെ ആ സമയത്ത് ചെറിയമ്മയൊക്കെ പറയുന്നുണ്ട് സമ്മതിക്കുമോ, അവൾ എന്ത് സമ്മതിക്കാണ്ട്, അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മിത്ര ഒരു ട്രോഫിയും ഒരു മെഡലൊക്കെ കൊണ്ട് ഓടി വരുന്നുണ്ട്. കോളേജിൽ നിന്ന് കിട്ടിയതെന്ന് സമ്മാനം. ഇനി പോലീസ് ആകുമ്പോഴും ഇതിന്റെ ബോണസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെറിയമ്മ പറയുന്നുണ്ട് നീ വേഗം കുളിക്ക്, ചെക്കൻ്റെ വീട്ടുകാർ ഇപ്പൊ വരുന്നേ. ചെക്കൻ്റെ വീട്ടുകാരാ എന്തേ നിങ്ങൾ ഈ പറയണേ, എന്താന്ന് വെച്ചപ്പോഴേ അതൊന്നും ഇല്ലടി, നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്നെ മാത്രല്ലടി എന്നെയും കൂടി നീ, അവർക്ക് മാറ്റ കല്യാണമാണ് വേണ്ടത്, നമുക്ക് അമേരിക്കയിലേക്ക് പോകാടി, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ അവിടെയും കഴിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് ആകെ ചതി മണക്കുന്നുണ്ട്. മിത്ര അച്ഛൻ്റെ അമ്മരെയും അതുപോലെ തന്നെ ചെറിയച്ഛൻ്റെ മുന്നിലൊക്കെ ഒന്ന് പൊട്ടിക്കരയുന്നു, ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ അവർ വന്നൊന്ന് കണ്ടു പോക്കോട്ടെ, അച്ഛനെയും ചെറിയച്ഛനെയും നാണം കെടുത്തരുത്, അവർ വന്ന് കണ്ടിട്ട് പോക്കോട്ടെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിത്ര സാരി കൊടുത്ത് ഒരുങ്ങിയതിന് ശേഷം മിത്ര അമ്മനോടും ചെറിയമ്മനോടും ചോദിക്കുന്നു നിങ്ങൾ എന്നെ ചതിക്കണോ, ഈ കല്യാണം ഉറപ്പിച്ച മട്ടുള്ള നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ അലോകിന് ശരിക്കും മിത്രനോട് ദേഷ്യം വരുന്നുണ്ട്. കാരണം മിത്ര കാരണം അലോകിന് വരുന്ന നല്ലൊരു ഭാഗ്യം ഇല്ലാണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ സമയത്ത് തന്നെ ചെക്കൻ്റെ വീട്ടുകാർ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരുന്നുണ്ട്. ചെക്കൻ്റെ അച്ഛൻ നമ്മുടെ കുടുംബവിളക്കിലെ അരവിന്ദേട്ടനാണ്. അതിനുശേഷം ചെക്കനും അച്ഛനും അമ്മയും കൂടിയാണ് വന്നിട്ടുള്ളത്. മിത്രനെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം കല്യാണത്തിനെ കുറിച്ചൊക്കെ ധാരണയാവുന്നുണ്ട്. സന്തോഷത്തോടെ തന്നെ ആ മിത്രയ്ക്ക് പഠിക്കണം എന്നാണ് മുത്തശ്ശി പറഞ്ഞ് പഠിക്കാൻ അമേരിക്കയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ മിത്രനെ ഞാൻ പഠിപ്പിക്കാന്നൊക്കെ ചെക്കനും പറയും. അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ആകെ ടെൻഷനാവും. കല്യാണം ഉറപ്പിച്ച പോലെ തന്നെയായി. അമ്മായിയമ്മയും പറയും എൻ്റെ മോള് പോലീസുകാരി ആവണത് എനിക്ക് വലിയ സന്തോഷമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങളുടെ മോളെ ഫോട്ടോ ഒക്കെ അലോകിന് കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ പിന്നെ പെണ്ണ് കാണൽ എന്നുള്ളത് പറയണ്ട. എന്നതിന് ശേഷം ചെക്കൻ്റെ അച്ഛൻ ലഡു എടുത്തും കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തെ രണ്ടുപേർക്കും ആനന്ദവർമ്മയ്ക്കും അച്യുതവർമ്മനെ വായിൽ വെച്ചെടുത്തിട്ട് പറയുന്നു ഈ കല്യാണം ഉറപ്പിച്ചതിന്റെ രീതി ഉറപ്പിച്ചു, അതുകൊണ്ടുള്ളൊരു മധുരമാണെന്ന് പറഞ്ഞ് അവർ പിരിയുന്നുണ്ട്. അങ്ങനെ കല്യാണം ഫിക്സായി. മിത്രനെങ്കിൽ ആകെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ആനന്ദിനെയാണ്. ആനന്ദ് ആകെ ടെൻഷൻ അടിച്ച് റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. 2-3 കൂട്ടുകാരെ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. അങ്ങനെ നിരാശയോടെ ആനന്ദ് വീട്ടിലേക്ക് മടങ്ങും. ആ സമയത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. മാമൻ മൂടി വന്ന് ചോദിക്കുന്നുണ്ട്, എടാ ആനന്ദ കാശ് കിട്ടിയാടാന്ന് ചോദിച്ചപ്പോൾ ഇല്ല മാമ എന്ന് പറഞ്ഞപ്പോൾ നന്നായി. ഇനിയിപ്പോൾ എന്തായിരിക്കും? അച്ഛനെ വന്നപ്പോൾ അച്ഛൻ നേരത്തെ കടയിൽ നിന്ന് വന്നിട്ട് കുളിക്കിന് അമ്മയും ചേച്ചിയും അനുവും കൂടി അമ്പലത്തിൽ പോയി, എന്തോ രാഹുപൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആകാശ് വിളിക്കുന്നുണ്ട്. ആകാശ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ കാശ് കിട്ടിയോ? മാമനോട് ചോദിക്കുന്നത്, ചേട്ടന് കാശ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലടാ കാശ് കിട്ടിയില്ല. എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. പിന്നെ ഇത് പറയാനോ വിളിച്ചതെന്നൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യപ്പെട്ടുന്നുണ്ട് മാമൻ. ആ സമയത്ത് ബാലൻ വരുന്നുണ്ട്. ബാലൻ വന്നിട്ട് ചോദിക്കും, ആനന്ദ നീ വന്നോ? എന്താ എത്ര നേരം വയ്യത്? കാശ് കൊണ്ടുകൊടുത്ത കൂട്ടുകാരൻ തന്നോ പൈസ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം നിന്റെ കയ്യിൽ കാശില്ല എന്നല്ലേ? ഇല്ല കിട്ടിയില്ല അച്ഛാ കാശ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. കാരണം നീ എല്ലാ പൈസ കട്ടയെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ വീട്ടിലൊരു കള്ളനുണ്ട്, അയാളെ അത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, വിട്ട് കളയാളിയാ, ഇതിന് വലിയ വിഷയമാക്കണ്ട. എന്താടാ നീ പറഞ്ഞത്? വിട്ട് കളയാൻ? എന്നെ ഉപദേശിക്കാൻ നീ ആരടാ? ഈ വീട്ടിലൊരു കള്ളനുണ്ട്, ആ കള്ളനെ പിടിച്ച് ഉപദേശിച്ച് നേരെയാക്കേണ്ടതിന് പകരം അവർക്ക് വളം വെച്ച് കൊടുക്കണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ബാലൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആനന്ദേ, നീ ആ പൈസ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നീ ആരെയോ രക്ഷിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നീ പറയണം ആരാണ് ഈ പൈസ എടുത്തതെന്ന്. നീയല്ല എന്ന് അങ്ങനെ പറയണ്ട, നീയല്ല എന്ന് നീ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കട്ടാളെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനേ ഈ പൈസ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. എനിക്ക് അങ്ങനെ പൈസ കളയാനൊന്നും പറ്റില്ല. 1 രൂപ പോലും ഇല്ലാത്ത സമയത്ത് മുന്നിൽ വീണ് തെറിച്ചൊരു ചില്ലറ നാണയം പോലും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഗൃഹനാഥനറിയാതെ എടുക്കുന്ന പണം കക്കെന്ന് തന്നെയാണ് അതിനെ പറയാന്ന് പറയും. ശരി ഇറങ്ങിക്കോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, പൈസ ആയിട്ട് നീ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ആനന്ദ് ഇങ്ങനെ വിഷമത്തോടെ ഇറങ്ങാൻ പോകുമ്പോൾ അനുശ്രീയും അമ്മയും വരുന്നുണ്ട്, ഗോമതിയും വരുന്നുണ്ട്. നിങ്ങൾ വന്നോ? ചേച്ചി ആനന്ദിന് പൈസ കിട്ടിയില്ല, അതുകൊണ്ട് ആനന്ദിനോട് ഇവിടുന്ന് പോകാൻ പറയണേന്ന് ധർമ്മം പറഞ്ഞപ്പോൾ, അത് ആനന്ദിന് പൈസ കിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? ആനന്ദേ, ഉച്ചയ്ക്ക് നിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, നീ ചോദിച്ച പണവും കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എടുത്തുണ്ടരാട്ടാന്ന് പറയും. അപ്പം അനു ചോദിക്കുന്നുണ്ട്, എപ്പോഴമ്മ നീ കോളേജിൽ നിന്ന് വരുന്നേക്കാൾ മുന്നെന്ന് പറയും. അങ്ങനെ ഗോമതി പോയി പണം എടുക്കാൻ പോയി വരുമ്പോഴത്തേനും ആകാശും മീനാക്ഷി വരുന്നുണ്ട്. അവരോട് ബാലൻ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത്ര നേരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചേട്ടൻ്റെ കൂട്ടുകാരനെ കണ്ടു, കൂട്ടുകാരൻ ചേട്ടന് തരാൻ പണം ഏൽപ്പിച്ചു എന്ന് പറയും. പണം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ആനന്ദിന്റെ കയ്യിൽ കൊടുക്കും ഈ പണം. ആ സമയത്ത് ധർമ്മം പറയുന്ന ഇപ്പം എല്ലാം സഭാഷ് എന്ന് പറയും. എന്താടാ നീ പറഞ്ഞതെന്ന് ബാലൻ ചോദിക്കും. അല്ലളിയ സുഭാഷ് എന്ന് പറഞ്ഞ അളിയൻ കൂട്ടുകാരൻ കൊടുത്താണെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പൈസയും കൊണ്ടുവരുന്നുണ്ട്. ഗോമതി അപ്പം മീനാക്ഷിനെയും ആകാശിനെയും കാണുമ്പോൾ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളെപ്പോൾ വന്നേ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേടാ, ഈ ആനന്ദിന് പൈസ കിട്ടി, ആനന്ദിന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ ഇപ്പോഴുള്ള ശരിക്കും എല്ലാം കലങ്ങി തെളിഞ്ഞെന്ന് ധർമ്മം പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഗോമതി ആകാശ് നമ്മുടെ ബാലൻ്റെ കൊടുക്കും. അങ്ങനെ ബാലൻ അത് മേടിച്ച് നിൽക്കും. ബാലനിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആര്യം വരുന്നുണ്ട്. ആര്യം വന്നിട്ട് പറയും, ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പൈസ തന്നിട്ടുണ്ട്, കുറച്ച് പൈസ തന്നുള്ളൂ, ബാക്കി ഗഡുക്കളായി തരാമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ കൊടുത്തില്ലേ ആ കൂട്ടുകാരെന്ന് പറഞ്ഞ്. അപ്പം അതും നമ്മുടെ ആകാശിൻ്റെ കയ്യിൽ ആനന്ദിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഞെട്ടി എല്ലാവരും നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി, ഈ വീട്ടിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളനും കള്ളികളുമാണ് എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഗോമതി എന്ന് വിളിക്കും. എന്ന് പറഞ്ഞ് ഗോമതി ചെന്ന് നോക്കുമ്പോൾ ഗോമതി ഇങ്ങനെ ബാലൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാലൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെങ്കിലും കൂടി ഗോമതിക്ക് സംഭവം മനസ്സിലായതുകൊണ്ട് തന്നെ ബാലനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ച് ഗോമതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും മീനാക്ഷിയും ആകാശവും എല്ലാവരും പൈസ ഒപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ബാലൻ്റെ മുന്നിൽ എല്ലാവരും കള്ളനും കള്ളികളും തന്നെയായി. എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നൊരു ഭാഗമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.